നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ അത് തുടർന്ന് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ഇനി എന്താണ് ഉണ്ടാകുക, നിങ്ങളായിട്ടൊരു ചേഞ്ച് ഉണ്ടാക്കുന്നില്ല, ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല, നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് ഒരാൾക്ക് വേണ്ടി മേ ബി ഒരു ലൈഫ് ലോങ് കാത്തിരിക്കുന്ന കുറച്ച് പേര്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വ്യത്യാസം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആക്ഷൻ എടുക്കാൻ മടിയുള്ള ഒരു, ചിലപ്പോൾ പേടിച്ചിരിക്കുകയായിരിക്കും, എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ എന്തെങ്കിലും നടക്കാൻ പോകുകയാണെന്നെങ്കിൽ ഞാനായിട്ട് ആക്ഷൻ എടുത്ത് ഇനി അത് കുളമാക്കണ്ട എന്നൊക്കെ വിചാരിച്ച് നിങ്ങളൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ 3 കളേഴ്സാണ് സെലക്ട് ചെയ്തേക്കുന്നത്, റെഡും ബ്ലൂവും ബ്രൗണും കേട്ടോ. റെഡ്, ബ്ലൂ, ബ്രൗൺ, ഈ 3 കളേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിൽ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല, റെസനേറ്റ് ചെയ്യുന്ന കാര്യം മാത്രം എടുക്കുക, ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്, പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇനി എന്താണ് ഈ സിറ്റുവേഷനിൽ ഇനി എന്താണ് വരാൻ പോകുന്നത്, അത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നിങ്ങളുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കണം, ഇതും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ 3 കളേഴ്സിൽ റെഡാണ് ഞാൻ ആദ്യം റീഡിങ്ങിന് എടുക്കുന്നത്. റെഡ് സെലക്ട് ചെയ്തവരുടെ ഓറക്കിൾ മെസ്സേജാണ് ആദ്യം നോക്കാൻ പോകുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. അപ്പോൾ റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഓക്കെ. Embrace light and sound. Open to divine guidance. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജസ് കിട്ടുന്നുണ്ടാവാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മൾക്ക് ഉൾവിളികൾ ഉണ്ടാവും, നമ്മളോട് ചിലപ്പോൾ മറ്റുള്ളവരുടെ രൂപത്തിൽ വന്നിട്ട് സംസാരിക്കും നമ്മളോട്. അതല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണിക്കും, നെഗറ്റീവ് പോസിറ്റീവ്. ഏഞ്ചൽ നമ്പേഴ്സ് ഞാനൊക്കെ അത്രതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഏഞ്ചൽ നമ്പർ ഞാൻ കാണുകയാണെങ്കിൽ ഞാനത് ഗൂഗിളിൽ പോയിട്ട് ചെക്ക് ചെയ്യാനാണ് പതിവ്, അല്ലാതെ ഞാനത് ബൈ ഹാർട്ട് ചെയ്ത് ഓർക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും ആവാം. ഇപ്പം നമ്മൾ ലൈഫിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരാൻ പോവുകയാണെങ്കിൽ ആ വഴി പോകണ്ട, വേറെ വഴി പൊക്കോളൂ എന്ന് നമ്മളോട് പറയില്ലേ, ആൾക്കാരെ പോലെ തന്നെ നമ്മുടെ ഉൾവിളികൾ നമ്മൾക്കുണ്ട്. അപ്പോൾ അതിനെ ശ്രദ്ധിക്കുക, മനസ്സിലായോ? അപ്പോൾ നമ്മളെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് ദൈവത്തിന് നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് നേരിട്ട് വന്ന് സംസാരിച്ചാലും താൻ ആരോടോ അത് പറയാമെന്ന് ചോദിക്കാനുള്ള ധൈര്യമുള്ളതാണ് മനുഷ്യരെ. അപ്പോൾ അതുകൊണ്ട് ദൈവം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാറില്ല. ദൈവം നമ്മളെ മനസ്സിലാക്കി തരാൻ നമ്മളുടെ ഉള്ളിലിരുന്ന് പറയും, ഇന്നതാണ്, ഇന്നത് ചെയ്യുക, ഇന്നത് ചെയ്യാതിരിക്കുക, അതെടുക്കണ്ട, അതെടുത്തോളൂ എന്നൊക്കെ പറയും. നമ്മൾ ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് കളയുന്നതാണ്. അപ്പം സീക്രട്ട് സൗണ്ട്സ് ആൻഡ് ദ ഇലുമിനേറ്റിംഗ് ലൈറ്റ് ഓഫ് വിസ്ഡം. അപ്പം നമ്മൾക്ക് കുറേ അറിവുകൾ ദൈവം ഉറക്കത്തിൽ നമുക്ക് സ്വപ്നത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് കുറേ അറിവുകൾ കിട്ടാറുണ്ട്, മനസ്സിലായി? പെട്ടെന്ന് നമ്മൾക്ക് കാലത്തോടങ്ങി വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഒരു ആൻസർ കിട്ടാത്ത കാര്യം നമ്മൾ ഉറക്കത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബൾബ് കത്തുന്ന പോലെ വരും. അതിൻ്റെ ആ ഒരു മീനിങ് നമ്മൾക്ക് അപ്പം മനസ്സിലാവുണ്ടോ? നമ്മൾ കാട് കയറി ചിന്തിച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത സാധനം പെട്ടെന്നാണ്, ഒരു സെക്കൻഡിനുള്ളിലാണ് നമുക്ക് അതിൻ്റെ അറിവ് വരിക. അപ്പോൾ അതുപോലെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലായിരിക്കും, കാരണം അത് തോന്നലായിരിക്കും, മനസ്സിലായോ? അതല്ല, അത് ദൈവം നിങ്ങൾക്ക് മറുപടികൾ തരുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾ, മനസ്സിലുള്ള ചോദ്യങ്ങൾ, നിങ്ങൾ ആരോടും ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് ദൈവം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്, അതാണ് നോക്കുന്നത്. നിങ്ങളുടെ എനർജി, നമ്മൾ നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, വേറെ ആരെയും കുറിച്ചല്ല കേട്ടോ. ഇന്ന് നിങ്ങളുടെ റീഡിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്, അതാണ്
ഇപ്പോഴത്തെ ഓവറോൾ എനർജി. ഇത്രയും കാർഡ്സ് എടുക്കാൻ പറ്റില്ല. ഓവറോൾ എനർജിക്ക് ഇങ്ങനെ കാർഡ് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് ലവിലുള്ള വിശ്വാസം എല്ലാം പോയി കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ലവിൽ, ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന, എന്നുവെച്ചാൽ ഈ നമ്മുടെ സിനിമാ നടനനുസരിച്ചല്ല, ശുദ്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ സ്നേഹത്തിലുള്ള വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ പെട്ടെന്ന് ദേഷ്യം വരുന്നത്, അപ്പോൾ അതുപോലെ തന്നെ ഒരു ഉള്ളിലൊരു ഒരു പൊള്ളയായ പോലെ നിങ്ങൾ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്, മനസ്സിലായോ? പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾ കരയുന്നില്ല, ആരോടും പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കരയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്നേഹത്തിലുള്ള വിശ്വാസം കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പയ്യെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏസ് ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നേക്കുന്നത്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ആരെ സ്നേഹിച്ചാലും ശരിയാവില്ല, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നവരെല്ലാം എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ, പിന്നെ പേജ് ഓഫ് കപ്സ്. അപ്പോൾ പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലായ, ബ്ലൈൻഡ്ലി കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്ന, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ എന്ത് പറ്റുന്നു പറഞ്ഞാൽ നമ്മളെല്ലാവരിലും നല്ലത് കാണാൻ ശ്രമിക്കും, പക്ഷേ എല്ലാവരിലും ചീത്തയും ഉണ്ട് നന്മയും ഉണ്ടെന്നത് കാര്യം നമുക്ക് മനസ്സിലാവില്ല. നമ്മളുടെ ഉള്ളിലുള്ള നന്മ മറ്റുള്ളവരിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണും, മിറർ ചെയ്യും. അപ്പോഴാണ് പ്രശ്നം വരാൻ പോകുന്നത്. പലരും പല സ്വഭാവക്കാരാണ്, മനസ്സിലായോ? ചിലരെ നമ്മൾ സ്നേഹിച്ചാൽ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കണം എന്നില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ഒന്നും കാണുന്നില്ലായിരിക്കും അവരിൽ, എന്നാലും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുകയാണ്, മനസ്സിലായോ? അവരുടെ ബാഹ്യ സൗന്ദര്യത്തിലോ അവരുടെ സംസാരത്തിലോ ഒക്കെ. പക്ഷെ ചിലർക്ക് വളരെ പെർട്ടിക്കുലറാണ്, അവർ സ്നേഹിക്കുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് വളരെ പെർട്ടിക്കുലറായ ആളുകളുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ആൾ എന്നെ ഇങ്ങനെ പെരുമാറുന്ന ആളായിരിക്കും, അങ്ങനെ ഇങ്ങനെ എല്ലാം നോക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾ കാണുന്ന പോസിറ്റിവിറ്റി നിങ്ങളിൽ ആ പേഴ്സൺ കാണുന്നില്ലായിരിക്കാം. അത് അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ചേരേണ്ടത്. നമ്മൾ അല്ലാതെ എല്ലാം നമ്മളുടെ ഇതിൽ വരണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. ബ്ലൈൻഡ് ആയിട്ട് സ്നേഹിക്കുന്ന ആളാണ്, ശുദ്ധഗതിയാണ്. അപ്പോൾ നിഷ്കളങ്കത ചില സമയത്ത് പണി തരും ആൾക്കാർക്ക്. പിന്നെ 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ, ഈക്വൽ കോൺട്രിബ്യൂഷൻ വേണം. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അവർക്ക് വേണോ എന്ന് പോലും ചോദിക്കാതെ എൻ്റെ അടുത്തുള്ളത് മുഴുവൻ എടുത്തോ എന്ന് പറയും. അവസാനം അവരെടുത്തോണ്ട് പോയി കഴിയുമ്പോൾ എന്നെ പറ്റിച്ചേ, എൻ്റെ ജീവിതം ഇങ്ങനെയായേ, ഞാൻ എന്തോരം സ്നേഹിച്ചു. നമ്മളൊരിക്കലും അവർക്ക് നമ്മളെ വേണോ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, നിങ്ങൾക്ക് എൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ ഈ തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് നമ്മൾ ആരോടും ചോദിക്കാറില്ല. നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, മനസ്സിലാവുണ്ടോ? പക്ഷെ മറ്റുള്ളവർക്ക് അതാണോ വേണ്ടത് അത് നമുക്കറിയില്ല. അപ്പം ഇങ്ങനെ ഒരു അക്കടി പറ്റിയ ഒരു കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നത്. അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഒരു കൊട്ട കാർഡ്സ് ഉണ്ട്, എന്നാലും നോക്കാം. ഇത് ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പതുക്കെ പെരുമാറുന്ന, ചില എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാത്ത ഒരാളാണ്, മനസ്സിലായോ? ഇനിയും സമയമുണ്ട്, പയ്യൊക്കെ ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്ന, പക്ഷേ നെഗറ്റീവ് തോട്ട്സ്, ഭയങ്കര പെസിമിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. ശുഭാപ്തി വിശ്വാസം കുറവുള്ള ആളുകളാണ്. ഒരാളെ വിശ്വസിക്കും, പക്ഷേ ശുഭാപ്തി ഇതെല്ലാം നല്ലതാവും, എല്ലാം നന്നായിട്ട് നടക്കും എന്നുള്ള ഒരു ചിന്ത കുറവുള്ളതാണ്. നെഗറ്റീവ് തോട്ട്സ് പെട്ടെന്ന് വരുന്ന ആളുകളാണ്, മനസ്സിലായി? അതൊരു ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമാണത്. പിന്നെ 6 ഓഫ് കപ്സ് കാണിക്കുന്നത്, 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിയാണ്. പഴയ കാര്യങ്ങൾ ഓർത്ത് ഇരിക്കുന്ന ആൾ, ഞാൻ അങ്ങനെയായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ജീവിക്കാൻ മറന്നു പോകുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് എന്ന് ആലോചിക്കുന്നത്. ഡെത്ത്, എന്തോ ഒരു കാര്യം. അപ്പോൾ പണ്ട് മുതലേ നിങ്ങൾ മനസ്സിൽ കൊണ്ടുതരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഇതിൽ നിന്നൊരു ഓഫറും വരാനില്ല, ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമായി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ ഹെയറോഫാൻ റിവേഴ്സ് ആണ്. ഹെയറോഫാൻ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ടാണ് നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ അത് ലാസ്റ്റ് ചെയ്തില്ല. അപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് പോയത്, എന്തൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചു, എൻ്റെ വീട്ടുകാരെ പോലും വേണ്ടെന്ന് വെച്ചു, എന്നിട്ട് അവസാനം ആ പേഴ്സൺ എന്നെ ഇട്ടിട്ട് പോയി. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്, റിഗ്രറ്റ് ആണ്. ഈ നമ്മളുടെ ലൈഫിൽ നിന്ന് ഓരോരുത്തർ പോകുമ്പോൾ അവരെന്തുകൊണ്ട് പോയി, എന്താണ് നമ്മൾക്ക് അതിലുള്ള ഭാഗം എന്താണ് എന്ന് ചിന്തിക്കാതെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? നിങ്ങൾ ഒരിക്കലും, നമ്മളുടെ അതാണ് തെറ്റിദ്ധാരണ. നമ്മളിവിടെ തേർഡ് പാർട്ടി ഒരാൾ നമ്മളെ വിട്ടിട്ട് പോയി കഴിയുമ്പോൾ നമ്മളിവിടെ നിന്ന് എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരാറുണ്ട് ആൾക്കാർ, തിരിച്ചു വരുമോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, നിങ്ങൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരുന്നോ? അവർ ഹാപ്പി ആയിരുന്നിരിക്കാം, പക്ഷെ ആ ഹാപ്പിനെസ് അവർക്ക് വേണ്ട, അതുകൊണ്ടാണ് അവർ പോയത്. ഞാൻ പച്ചയായിട്ട് പറയാണ്, ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമ്മൾ ഹാപ്പി ആയിരുന്നോ അവരായിട്ടിരുന്നപ്പോൾ? അല്ല. പിന്നെ എന്തിനാണ് തിരിച്ച് എന്താ പറയുക, ആ സ്നേഹമില്ലാത്ത, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത റിലേഷൻഷിപ്പ് നിങ്ങൾ പിന്നെയും തിരിച്ച് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്രമിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങളുടെ ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ്. എന്തിനാണ് ഇൻസെക്യൂരിറ്റി? നമ്മളെ മനസ്സിലാക്കുക, നമ്മൾ എന്താണെന്നും നമ്മൾക്ക് എന്താണ് വേണ്ടതെന്നും മനസ്സിലാക്കുക. നമ്മൾക്ക് വേണ്ടാത്തത് നമ്മൾ തിരസ്കരിക്കുക, അതിൽ ഒരു പ്രശ്നവുമില്ല. അതാണ് ചെയ്യാത്തത് ആൾക്കാർ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വന്ന് പെടുന്നത്. നമ്മൾ ചെറുപ്പത്തിലേക്ക് ചെയ്യും, പക്ഷേ 50-60 വയസ്സുള്ള ആളുകൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ഒരു ഇവല്യൂഷൻ അവർക്ക് നടന്നിട്ടില്ല എന്നാണ് അർത്ഥം. മനസ്സിലായി? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വേദനിക്കുന്നത്? നമ്മൾക്ക് നമ്മളെ വേണ്ടാത്തവരുടെ പുറകെ നടന്ന് നമ്മൾ എന്തിനാണ് നമ്മളുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നത്? ഇതാണ് മനസ്സിലാവാത്ത എനിക്ക്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അതങ്ങോട്ട് ഉൾക്കൊള്ളാനും മിക്കവർക്കും 90% ആൾക്കാർക്കും പറ്റാറില്ല. ഓക്കെ, ഇങ്ങനെ പോയാൽ ഇപ്പം ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ കേട്ടോ. ഇങ്ങനെ പോയാൽ ഇതാണ്, ഈ സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്. ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത് ആലോചിച്ച്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, പക്ഷേ ഇത് കോൺട്രിബ്യൂഷൻ റിലേഷൻഷിപ്പാണ്. ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് റിലേഷൻഷിപ്പാണ്, പ്യുവർ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടെ ദൈവം നിങ്ങൾക്ക് കുറേ അറിവുകൾ പകർന്നു തരുന്നുണ്ട്, പക്ഷെ നിങ്ങളതൊന്നും കൊള്ളുന്നില്ല. നിങ്ങൾ ഭയങ്കര ഇമോഷണലായിട്ട് ചിന്തിക്കുന്നത്, എനിക്ക് ആ പേഴ്സണെ വേണം, എനിക്ക് പേഴ്സണെ കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളിരിക്കുന്നത്. ഓക്കെ ഫൈൻ. ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? പൊട്ടൻഷ്യൽ ഔട്ട്കം ആണ് നോക്കുന്നത്. ഇവിടെ 2 കാർഡാണ് കിട്ടിയിരിക്കുന്നത്. 8 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ്. ഇവിടെ അതുപോലെ തന്നെ 2 ഓഫ് കപ്സ്. നമ്മൾ ഈ 2 ഓഫ് കപ്സ് മാത്രം എടുക്കുമ്പോൾ ലവ് ആണെന്ന് പറയാം. അല്ല, 8 ഓഫ് പെന്റിക്കിൾസിന്റെ കൂടെ 2 ഓഫ് കപ്സ് നമ്മൾ കണക്ട് ചെയ്ത് കാണുമ്പോൾ അത് റിവേഴ്സ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യില്ല. ഇതൊരാൾ ഭയങ്കര ഡെലിജൻ്റ് ആയിട്ട്, ഇത് 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. നോക്ക്, ഈ കാർഡിൽ ഒരാൾ ഒരേ സാധനം ഇങ്ങനെ കുറേ ആളിങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ പെന്റിക്കിൾസ് ആണ് തൂക്കിയിട്ടിട്ട് അത് തന്നെ ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡെലിജൻ്റ് ആയിട്ട്. അത് റിവേഴ്സ് വന്നു. അതിനർത്ഥം ഈ ഇതിൽ അയാൾക്ക് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ ഔട്ട്കം ഇതാണ്. എന്ന് വെച്ചാൽ ഇനി എന്താണ് വരാൻ പോകുന്നത്? ഇതാണ് വരാൻ പോകുന്നത്. 8 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സും 2 ഓഫ് കപ്സ് അപ്രൈറ്റും. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കണം. പക്ഷെ ഒരാൾ ചിന്തിക്കുന്നില്ല, ഒരാൾ വേണ്ടാന്ന് വെച്ച റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് ഇവിടെ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യില്ല, ഈ റിലേഷൻഷിപ്പിനൊരു ഫ്യൂച്ചർ ഇല്ല. ഇതൊന്നും ക്ലാരിഫൈ കാർഡ്സ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ ചെയ്യാത്തത്. അതിൻ്റെ ആവശ്യമില്ല, ഇത് കാർഡ് ക്ലിയർ ആണ്. മനസ്സിലായോ? ഈ 2 കാർഡ്സും നെഗറ്റീവ് കാർഡാണിത്. ഈ കാർഡ് മാത്രമാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുമെന്ന് പറയായിരുന്നു. ഇവിടെ 8 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് വന്നിട്ട് 2 ഓഫ് കപ്സ് വന്നപ്പോൾ ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് അന്വേഷിച്ച് പോവുക. ഇതിവിടെ നിർത്തിയിട്ട്, അതാണ് ദൈവം നിങ്ങൾക്ക് മെസ്സേജസ് തരുന്നത്, നിങ്ങൾ കേൾക്കുന്നില്ല. നടക്കില്ല ഇത് വലിച്ചു നീട്ടിയാൽ ഇത് കുറച്ച് നാളും കൂടെ പോയേനെ, എന്നിട്ട് ഇതേ സിറ്റുവേഷൻ വരും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അധികം സ്നേഹം കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ അത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക, അർഹിക്കാത്തവർക്ക് എന്തിനു കൊടുക്കുന്നു? അതാണ് ദൈവം നിങ്ങളോട് ചോദിക്കുന്നത്. അത് നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കാത്തതുകൊണ്ട് ദൈവം ആക്ഷൻ എടുത്തതാണ്. എന്തുകൊണ്ടാണ് ഒരു ടവർ മൊമെന്റ് ഇവിടെ കാണാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാത്തത്. പക്ഷെ ഡെത്ത് കാർഡ് വന്നു, എൻഡിങ്. ഇനി നമ്മൾക്ക് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? കുറേ കാർഡ്സ് വരുന്നുണ്ട്, എന്നാലും ഞാൻ എടുക്കുകയല്ല. നിങ്ങളുടെ ആക്ഷൻ എന്താണ്? നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം വരുന്നില്ല, അതുകൊണ്ടാണ്.
മൂൺ കാർഡ്, സീക്രട്സ്, ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്, മനസ്സിലായോ? നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ ആണ് പറയുന്നത്. എല്ലാ കാർഡും വെച്ചിട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൂൺ കാർഡും 7 ഓഫ് കപ്സും ലവേഴ്സ് റിവേഴ്സ് ആണ്. കണ്ടോ, ലവേഴ്സ് ഇവിടെ നെഗറ്റീവ് വന്നിട്ട് അത് തന്നെ ലവേഴ്സ് റിവേഴ്സ് വന്നു. സോൾമേറ്റ് കണക്ഷൻ ഒന്നും അല്ലായിരുന്നു അത്. നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളുടെ എന്തായിരിക്കണം? നിങ്ങൾ കിങ് ഓഫ് സ്വേർഡ്സ്, നിങ്ങൾ ഹെഡ്, നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ, ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ കുറേ സീക്രട്സ് ഉണ്ടായിരുന്നു, കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആ പേഴ്സണ്. ഈ റിലേഷൻഷിപ്പ് സോൾമേറ്റ് കണക്ഷൻ ഒന്നും അല്ല, ഇവിടെ ലവ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ ഹാർമണി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു റിലേഷൻഷിപ്പിൽ. പിന്നെ നിങ്ങൾ ചിലപ്പോൾ അയാളുടെ പുറംപൂച്ച് കണ്ടിട്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും കാണാൻ നല്ലതാണ്, നന്നായിട്ട് സംസാരിക്കും, ഇഷ്ടം പോലെ പേർക്ക്, ചിലർക്ക് അങ്ങനെയുണ്ട്. 10 പേർക്ക് ഇഷ്ടമുള്ള ഒരാളെ സ്നേഹിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്, മനസ്സിലായോ? 10 പേര് ഇഷ്ടമുള്ള ആൾ 10 പേരോട് പലതരത്തിൽ, മീൻസ് അവരോടും ഇഷ്ടം കാണിക്കുന്ന ആളെ നമുക്ക് കിട്ടിയിട്ട് എന്തിനാണ്, അത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനാണ് ഇവിടെ. പിന്നെ ജഡ്ജ്മെൻറ്റ് റിവേഴ്സ് ആണ്. നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, കമ്മ്യൂണിക്കേഷനും വളരെ സ്ട്രോങ് ഒന്നും, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നെ ആ പേഴ്സൺ ബ്ലോക്ക് ചെയ്ത് പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഹെഡ് ഓവർ ഹാർട്ട്, നിങ്ങൾ ഇതുവരെ ഹൃദയം കൊണ്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇമോഷൻസ് കൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചോണ്ട്, അത് പാടില്ല. നിങ്ങൾ തല കൊണ്ട് തല യൂസ് ചെയ്യണം എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. തല യൂസ് ചെയ്യുക, മനസ്സിലായോ? നമ്മൾക്ക് തലയും ഹൃദയവും തന്നേക്കുന്നത് എന്തിനാ? രണ്ടും യൂസ് ചെയ്യണം. രണ്ടും ഈക്വൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ലെവലിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഒരാൾ ഹാർട്ട് കൊണ്ട് മാത്രം ചിന്തിക്കുമ്പോൾ വേദനിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. പിന്നെ നിങ്ങൾ പ്രയോറിറ്റൈസ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോറിറ്റീസ് ഇല്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്കല്ല നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഹാപ്പിനെസ്, ഇതൊക്കെയാണ് നമ്മളുടെ പ്രയോറിറ്റി. പക്ഷെ നിങ്ങൾ ഇതൊന്നുമല്ല. വല്ലവരുടെയും ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അടിയറ വയ്ക്കുക, അതാണ് നിങ്ങളുടെ കോൺസെപ്റ്റ്. അതല്ല, അത് നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഇനി തല കൊണ്ട് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. കുറച്ചും കൂടെ ഗാർഡഡ് ആയിരിക്കണം. എല്ലാവരെയും അങ്ങോട്ട് സ്നേഹിച്ചോളും, ദയ ഉണ്ടാവണം, കരുണ ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. പക്ഷെ നമ്മൾ ഒരാൾ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അതിനാണ് തല കൊണ്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപിയോ, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Scorpio, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് റെഡ് സെലക്ട് ചെയ്തൊരു റീഡിങ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രൗൺ സെലക്ട് ചെയ്തൊരു റീഡിംഗ് ആണ്. ബ്രൗൺ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ബ്രൗൺ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? സോഡിയാക് സയൻസിൻ്റെ റീഡിങ് വേണമെന്നുള്ളവർക്ക്, പക്ഷെ ഞാൻ ഇംഗ്ലീഷിലാണ് ആ റീഡിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് സോഡിയാക് സയൻസിന് ഞാൻ ഇംഗ്ലീഷിൽ മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം മലയാളത്തിൽ നമ്മളധികം സോഡിയാക് സയൻസ് ഫോളോ ചെയ്യാറില്ല. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് മാഡം ഇതിൻ്റെ അവസാനം സോഡിയാക് സയൻസ് പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആൾക്കാർക്ക് സോഡിയാക് സയൻസ്, നമ്മൾ നക്ഷത്രങ്ങളിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ നക്ഷത്രത്തെക്കുറിച്ച് സംസാരിക്കാറില്ല, കാരണം എനിക്ക് അതിനുള്ള അത്ര അറിവില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറേ ഉണ്ട്. ഇത് 12 എണ്ണേ ഉള്ളൂ സോഡിയാക് സയൻസ്. മറ്റേത് 24 എണ്ണോ 32 എണ്ണോ ആർക്കറിയാം, 27 എണ്ണം അങ്ങനെ എന്തോ, എനിക്ക് കറക്റ്റായിട്ട് അതുപോലും അറിയില്ല, സോറി. അപ്പോൾ ഭഗവാനെ, ബ്രൗൺ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മൗണ്ടൻസ്, ഓക്കെ, ഫൈൻഡ് റിലാക്സേഷൻ ആൻഡ് റെസൊല്യൂഷൻ. നമ്മളുടെ ഭൂമിയിൽ മൗണ്ടൻസ് പറഞ്ഞാൽ മലകൾ, പർവ്വതങ്ങൾ, അത് വച്ചേക്കുന്നത് ഒരു ഇത് പറയുന്നത്, എനിക്ക് തോന്നുന്നു അത് ഇസ്ലാമിലാണ് അത് പറയുന്നത് തോന്നുന്നു. കാരണം ഭൂമിക്കൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ഒരു ഗ്രാവിറ്റേഷണൽ, ഒരു സ്റ്റഡി ആയിട്ട് ഭൂമി നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഭൂമിയൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്? വെറുതെ ഒരു
നമ്മൾ നോക്കുമ്പോൾ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. എങ്ങനെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ അത് ക്രിയേറ്ററിൻ്റെ ഓരോ കഴിവുകളാണ്. നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തോന്നിയാൽ നമുക്ക് വട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഒരു ഭൂമിയെ നേരെ നിർത്താൻ വേണ്ടിയിട്ടാണ് കൃത്യമായ സ്ഥലങ്ങളിൽ പർവ്വതങ്ങൾ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ മലകൾ വെച്ചേക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ത്രാസിൽ വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം വെക്കില്ല, അപ്പോൾ ബാലൻസ് ചെയ്യുന്നത് ആ പരിപാടിയൊക്കെ അന്ന് തോന്നുന്ന ആർക്കറിയാം. ദൈവത്തിൻ്റെ ഒരു പരിപാടികൾ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ പർവ്വതങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആണ്. അതുങ്ങൾ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയല്ലേ, ഒരു അനക്കമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കണം മനുഷ്യർ. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുക, വളരെ ശാന്തമായിട്ട് നിൽക്കുക. മനസ്സിലായോ? വെറുതെ റിലാക്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാം ആൻഡ് റിലാക്സ്ഡ് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ. അപ്പോൾ ഈ ബ്രൗൺ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് കുറച്ച് സ്ട്രെസ്സ് കൂടുതലായിരിക്കും. അതുപോലെ ഭയങ്കര എടുത്തുചാട്ടക്കാരായിരിക്കണം. കാരണങ്ങൾ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുത്തുകൊണ്ട് ഓടുന്ന ആളുകളായിരിക്കണം ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ഓറക്കിൾ മെസ്സേജ് വന്നത്. എന്തായാലും നമുക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഓക്കെ, കാർഡ് വന്നുണ്ടോ? 8 of Pentacles, ഹാർഡ് വർക്ക്. അപ്പം ചിലപ്പോൾ നിങ്ങൾ എന്തെടുത്താലും അതിൽ ഒരു പെർഫെക്ഷൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നതും വളരെ ആത്മാർത്ഥമായിട്ട്. ഈ ഓറക്കിൾ മെസ്സേജിൽ വന്നതിനേക്കാളും ഓപ്പോസിറ്റാണ് ഇവിടെ വന്നേക്കുന്നത്. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. കാരണം ഇവിടെ കാംനെസ് വേണം, റിലാക്സേഷൻ വേണം എന്നായിരിക്കും. ചിലപ്പോൾ ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. ഒരു കാര്യം ചെയ്താൽ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഒരു പാട്ടിനോട് ഇത് തോന്നിയ ഭയങ്കരമായിട്ട് ഗ്രീഡി ആയിട്ട് അങ്ങേ അറ്റത്തെ എക്സ്ട്രീമിലേക്ക് പോകും. ഒരു ഭക്ഷണം, വെള്ളം അടിക്കാൻ തുടങ്ങിയാൽ ഒരു ലിമിറ്റില്ല, എക്സ്ട്രീമിലേക്ക് പോകും. ജോലി ചെയ്യാൻ തുടങ്ങിയ എക്സ്ട്രീമിലേക്ക് പോകും. പിന്നെ നിങ്ങൾ ഒരു ഭയങ്കര സൈക്കോ പോലെ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇയാൾ കണ്ടോ, ഈ പെൻറ്റക്കിൾസ് ഉണ്ടാക്കി ഇതിൽ തന്നെ മൊണോട്ടണസ് ജോലിയാണ് ഇയാളുടെ. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യത്തിൽ ചെയ്യാണ്ട് നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു കണക്കിന് നല്ലതാണത്, പക്ഷെ ഒരു പരിധി വരെ. പക്ഷെ നിങ്ങൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വേറെയുള്ള കാര്യങ്ങളെല്ലാം മെസ്സാവും. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് പ്രശ്നമാകും. അത് പോരാതെ തന്നെ നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയില്ല. നിങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളും നിങ്ങൾ അറിയില്ല, ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെന്നാൽ. അപ്പോൾ നമ്മളെല്ലാം ബാലൻസ്ഡ് ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. 9 of Pentacles, 8 of Pentacles നിന്ന് നേരെ 9 of Pentaclesലേക്കാണ് പോയിരിക്കുന്നത്. പിന്നെ നമുക്കൊരു കാർഡും കൂടെ വേണം, Ace of Pentacles. മൊത്തം പൈസയുടെ പരിപാടിയാണ്. അപ്പോൾ ഇവിടെ പൈസയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈഫിൽ എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളാണോ ബ്രൗൺ സെലക്ട് ചെയ്തേക്കുന്നത്? അതിന് പുറകെ കണ്ണുമടച്ച് ഓടുന്ന വർക്കഹോളിക്കായ ജോലി 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 എന്ന് പറയുന്ന ആൾക്കാരാണോ? ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം ഉണ്ടെങ്കിലും ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ. പണം ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. പണത്തിനോട് കൂടി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ അത് തീർന്നു പോകും അല്ലേ? അതൊരു വാസ്തവമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവസാനം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് റിലേഷൻഷിപ്സ് ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ, പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഒരു പ്രശ്നം കൂടെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടവരായിരിക്കും. അപ്പോൾ ആ ഒരു ചിന്ത ചെറുപ്പത്തിൽ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ നമുക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലുതാകുമ്പോൾ ഞാനിതെല്ലാം നേടും എന്ന് വിചാരിക്കും. അത് വളരെ നല്ല കാര്യമാണത്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കണം. സ്റ്റിഫായിട്ട് അതിനകത്ത് പെട്ടുപോകരുത്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. 10 of Pentacles, മാരീഡ് ആണോ നിങ്ങൾ? ഓക്കെ, ഫാമിലി, ബിസിനസ് എല്ലാമുള്ള ആളുകളാണ്. ഇഷ്ടംപോലെ പണമുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ. പക്ഷേ പണമുണ്ടെങ്കിലും ഒരു തൻകാര്യം ഇതുള്ള ഒരു സ്വാർത്ഥതയുള്ള ഒരു ക്യാരക്ടർ, ഭയങ്കര
നിങ്ങളുടെ എനർജിയാണോ നിങ്ങളുടെ കൂടെയുള്ള ആളുടെ എനർജി, ഒരു ഫ്ലർട്ടിഷ് എനർജിയാണ്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കാത്ത ഒരു ക്യാരക്ടറാണ്. അതുപോലെ ഇമോഷണലി നിങ്ങൾ ഭയങ്കര പ്രശ്നത്തിലാണ്. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് പറയുന്നത്, നിങ്ങളുടെ സ്വഭാവമല്ല. അപ്പോൾ ഇത് നിങ്ങളുടെ കൂടെയുള്ള ആളുടെ സ്വഭാവം നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഇത് ഹെർമിറ്റ് റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റപ്പെട്ട ഫീലിങ്ങുള്ള, അല്ലെങ്കിൽ എല്ലാം ത്യജിച്ച പോലെ, ഇത്രയും പൈസ ഉണ്ടെങ്കിലും ഹാപ്പിനെസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ. കാരണം നിങ്ങളുടെ വിവാഹം കഴിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫാമിലി ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾക്ക് പാര വയ്ക്കുന്ന ആളുകളാണ്. അവരായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ കൂടുതൽ സമയവും പണത്തിന് വേണ്ടിയിട്ട് പുറകെ പായുന്നത്. അപ്പോൾ ഭയങ്കര ഫാമിലിയിലുള്ളവരൊക്കെ നിങ്ങളെ എന്ന് വെച്ചാൽ ഒരു വിലയും തരുന്നില്ല. മനസ്സിലായി? നിങ്ങൾക്ക് പണമുണ്ട്, എല്ലാവർക്കും നിങ്ങളുടെ പണം വേണം, പക്ഷെ നിങ്ങൾക്കായിട്ടൊരു വിലയില്ല, നിങ്ങളോട് സ്നേഹമില്ല, നിങ്ങൾക്കാരും കെയർ തരുന്നില്ല. അത് നിങ്ങളുടെ ഭാര്യയും മക്കളും, അല്ലെങ്കിൽ ഭർത്താവും മക്കളും ആവാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആവാം, അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആവാം. ഇപ്പോൾ പ്രവാസികൾ പലരും കഥ പറയാറുണ്ട്, ഇങ്ങനെ എല്ലാം വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തപ്പോൾ അവസാനം അവർ തിരിച്ചു വന്നപ്പോൾ അവർക്കൊന്നുമില്ല. എല്ലാവരും സെറ്റിൽഡാണ്, അയാളുടെ ഫാമിലി മൊത്തം സെറ്റിൽഡാണ്, പക്ഷെ അയാൾക്കൊന്നുമില്ല. അയാളും ഭാര്യയും മക്കളും അയാൾ തിരിച്ചു പോന്നു, മക്കളും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ പലരുടെയും കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണോ നിങ്ങൾ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണോ? വേറൊന്നും ചിന്തിക്കാതെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും ഇത്. അപ്പോൾ ഏതോ ഒരു ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. അവർക്കാണെങ്കിൽ നിങ്ങളൊരു വിലയില്ല. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് മാക്സിമം നാട്ടിലേക്ക് വരാണ്ടിരിക്കാൻ നോക്കും. നാട്ടിൽ വന്ന പ്രശ്നമാണ്, പിന്നെ അവർക്ക് ആവശ്യങ്ങൾ കൂടുതലാണ്. നിങ്ങളുടെ അസുഖങ്ങളെക്കുറിച്ച് ഇതില്ല, നിങ്ങൾക്ക് അസുഖമാണെങ്കിൽ അതില്ല, നിങ്ങളെ പോകുന്നില്ല. ഇപ്പം നിങ്ങൾ തൽക്കാലം എനിക്ക് വയ്യ, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അങ്ങനെയുള്ളൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു എനർജി, ഈ ഏസ് ഓഫ് വോൺസ് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ ആയിരിക്കാം, നിങ്ങളുടെ മക്കളാവാം, നിങ്ങളുടെ ബ്രദേഴ്സ് ആവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം. എന്തായാലും ഒരു ഉഴപ്പായിട്ടുള്ള ഒരു ക്യാരക്ടർ മൈൻഡുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, വളരെ ഉഴപ്പ് മൈൻഡുള്ള ഒരാൾ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ. ഇതല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മൈൻഡ് ആയി തീർന്നതായിരിക്കാം. കാരണം ആർക്കും എന്നെ വേണ്ട എന്നൊരു ചിന്ത നമുക്ക് വരുമ്പോൾ എന്നെന്താ. അപ്പോൾ ആരെങ്കിലും സ്നേഹം തരാനുണ്ടായാലും അവരോടൊക്കെ നമ്മൾ റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം. മനസ്സിലാവുണ്ടോ? അത് തന്നെ ആവണമെന്നില്ല, എന്നാലും ഇവിടെ കാണിക്കുന്നുണ്ട് അത് ഒരു വാണ്ടറർ, ഒരു എന്താ പറയുക, ഒരു പ്ലെയർ എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒട്ടും ഇമോഷണലി സാറ്റിസ്ഫൈഡ് അല്ലാത്ത, ഇമോഷണൽ ആരുടെയും സപ്പോർട്ട് ഇല്ലാത്ത, പിന്നെ ഭയങ്കരമായിട്ട് ഇമോഷണൽ പ്രശ്നങ്ങളുള്ള ഒരാൾ. ചിലപ്പോൾ വെള്ളോടിയൊക്കെ ഉണ്ടാവായിരിക്കാം. പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടല്ല, ഇത് ഇമോഷണൽ പ്രശ്നമാണ്. കാരണം ഇമോഷണൽ സപ്പോർട്ട് ആരുടെ നിന്നും കിട്ടുന്നില്ല. ആരും വീട്ടുകാർ പോലും അവർ ചില സിനിമാ നടികൾ, ഈ എന്താ പറയാം, ഞാൻ ഈ ഒരു കണക്ഷനായിട്ട് പറയല്ല, എക്സാമ്പിൾ പറയാനാണ്. ചില സിനിമാ നടികൾ എന്താ പറയുക, അവർ ഫിലിമിൽ ഭയങ്കര ഇതായിട്ട് അഭിനയിച്ചു കഴിഞ്ഞ് നെഗറ്റീവ് എന്നുവെച്ചാൽ ഭയങ്കര നമ്മൾ എന്താ പറയുക, ഓക്കെ, അവസാനം അവർക്ക് ചീത്തപ്പേരൊക്കെ ആയി അഭിനയം കഴിയുമ്പോൾ, ചീത്തപ്പേരായി കഴിഞ്ഞാൽ അവരുടെ പൈസയൊക്കെ എടുത്തിട്ട്, അവരെ പല നടികളും പൈസ എല്ലാം എടുത്തിട്ട് വീട്ടുകാർ അവരെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ആരുമില്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മളുടെ ചുറ്റും. അപ്പം നമ്മളെ മിസ്യൂസ് ചെയ്യാൻ ചുറ്റും ആളുകളുണ്ട് എന്നർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇതിൻ്റെ അവസാനം എന്താണ് വരാൻ പോകുന്നത്? 4 of Wands കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അപ്പം നിങ്ങളുടെ അത് ഫാമിലിയാണോ? അത് അറിയില്ല. ഇവിടെ ഒരു മാരേജ് കാണിക്കുന്നുണ്ട്, സെലിബ്രേഷൻ. ഇതിൻ്റെ ഒരു നിങ്ങളുടെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അതിലാരും ഇൻട്രസ്റ്റ് എടുക്കുന്നില്ലായിരിക്കാം. എന്നുവെച്ചാൽ നിങ്ങളെ വിവാഹം കഴിപ്പിക്കാൻ ആരും ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. കാരണം വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, കുട്ടികൾ, അവർക്കും കൂടെ നിങ്ങളുടെ ഷെയർ പോകും. അതിന് പകരം നിങ്ങൾ ഒരു ഇങ്ങനെ കർമ്മപശുവായിട്ട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അങ്ങനെ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് കർമ്മപശുവായിട്ട് ഇരിക്കുന്ന വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ളൊരു. അപ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു സെലിബ്രേഷൻ, ജോയ്, വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആരെയോ, കേട്ടോ. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ വിവാഹം കഴിക്കണം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികളൊക്കെ വേണമെന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും തിരിച്ചടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ, അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി പണിയാവില്ലേ എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പം തന്നെ എല്ലാവരും മീൻസ് കൂടെയുള്ളവരൊന്നും വലിയ സപ്പോർട്ടൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ 6 of Wands റിവേഴ്സ് വന്നേക്കുന്നത് നോക്കാം. Knight of Cups.
നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആണ്, നിങ്ങൾക്ക് ഭയങ്കര സ്നേഹിക്കണമെന്നുണ്ട് ആരെയോ. അപ്പം നിങ്ങൾക്കൊരു ഇവിടെ ഒരു റീകൺസിലിയേഷൻ നിങ്ങൾ ആരോടോ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? അത് നിങ്ങൾ വേണ്ടാന്ന് വെച്ചതാണോ? മനസ്സിലായി? നിങ്ങൾ ഈ സിറ്റുവേഷനിലാണ്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പണ്ട് ആരെയോ റിലേഷൻഷിപ്പിൽ വെച്ചിരുന്ന ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണത്. മനസ്സിലായി? അങ്ങനെ ഒരാളായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്? ചിലപ്പോൾ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെച്ചതായിരിക്കാം. അപ്പോൾ അത് തിരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങളായിട്ട് വേണ്ടാന്ന് വെച്ചതാണത്. അപ്പോൾ അത് തിരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം അത് മുമ്പോട്ട് പോയിട്ടുണ്ടാവും. അതിപ്പോൾ വേറെ ആരുടെയെങ്കിലും ഹസ്ബൻഡോ വൈഫോ ആയിട്ടുണ്ടാവും, നിങ്ങൾ സ്നേഹിച്ച ആൾ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. എന്നാലും നിങ്ങൾ അതിൻ്റെ ആ റിലേഷൻഷിപ്പിൻ്റെ പുറകെ പോകാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ, മുമ്പോട്ട് പോകുന്നവർ. കാരണം നിങ്ങൾക്ക് മനസ്സിലായി, മീൻസ് ജീവിച്ചത്രയും ആൾക്കാരൊന്നും വലിയ നിങ്ങളെ നോക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് ഒഴിവാക്കിയത്. നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ നോക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു നിങ്ങൾ. പക്ഷെ നിങ്ങളെ സ്നേഹിച്ച ആൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അപ്പോൾ ആ സ്നേഹിച്ച ആളുടെ പുറകെ പോകണമെന്നാണ് നിങ്ങൾ അതിന് തുടക്കമിടും. നിങ്ങൾ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ എന്ന് നിങ്ങൾ അന്വേഷിക്കും. അതാണ്, നിങ്ങൾക്ക് മാരേജ് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇനി നിങ്ങൾ നിങ്ങളുടെ ആ പേഴ്സണിൻ്റെ ലൈഫിലേക്കാണ് പോകാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ അതാണുള്ളത്. ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, പേഴ്സൺ മാരീഡ് ആണോ എന്നൊക്കെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇത് നിങ്ങളുടെ ഫ്യൂച്ചറാണ് കാണിച്ചത്. പൊട്ടൻഷ്യൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് പൊട്ടൻഷ്യൽ ഔട്ട്കം എന്നാണ് കാണിക്കുന്നത്. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതാണ് നമ്മളിവിടെ കാണുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? 10 of Cups, വണ്ടർഫുൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഹാപ്പിനെസ് ആണ് ഇനി നോക്കേണ്ടതെന്നാണ് പറഞ്ഞത്. കുറേയെല്ലാം നിങ്ങൾ ബന്ധുക്കൾക്കെല്ലാം കൊടുത്തു. നിങ്ങൾ അബ്രോഡുള്ള ആളാണ്, വേൾഡ് കാർഡാണ്, ട്രാവൽ. അപ്പോൾ ഇനി നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ആരാണോ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അവിടെ 10 of Cups കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കര എന്താ പറയുക, അവരോട് ഭയങ്കര സ്നേഹമാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അത് പൊള്ളയായ കാര്യങ്ങളാണ്. തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ 10 of Cups ആഗ്രഹിച്ച ഒരു സ്നേഹിച്ചിരുന്ന ഒരാളെ അവൻ ഹേർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ പുറകെ പോകണം എന്നാണ് പറയുന്നത് വേൾഡ് കാർഡ്. ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ കംപ്ലീറ്റ് ആവണതേ 10 of Cups നിങ്ങൾ ഇവിടെ കണ്ട 10 of Cups ആണ്. നിങ്ങൾ വേണ്ടാന്ന് വെച്ചതാണ്. രണ്ടാമത് തപ്പിപ്പിടിക്കണം എന്നാണ് പറയുന്നത്. അതിനൊരു അവസാനമുണ്ടായി, ഡെത്ത് കാർഡ്. ട്രാൻസ്ഫോർമേഷൻ വേണം. നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ നൊസ്റ്റാൾജിക്കാണ്, അത് കാര്യം ആലോചിക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് മുഴുവനായിട്ട് പോകാമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. 9 of Swords കാണിക്കുന്നുണ്ട് ഇവിടെ. ഫ്രസ്ട്രേഷൻ, ഡിപ്രഷനിലേക്കൊക്കെ നിങ്ങൾ പോകും നിങ്ങൾ വെറുതെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെ മുമ്പ് വേദനിപ്പിച്ച ആളുടെ അന്വേഷിച്ച് പോവാം നിങ്ങൾ. കാരണം അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് നിങ്ങൾ വേണ്ടാന്ന് വെച്ചത് അവരെ. ചിലപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, നമുക്കറിയില്ല. എന്തായാലും ഒരു അന്വേഷിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തിരുന്നാൽ, ഇപ്പോൾ വീട്ടുകാർ ഇങ്ങനെ ചെയ്തു, വീട്ടുകാർ അങ്ങനെ ചെയ്തു, ശരിയായില്ല അവർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് പഴി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അതുപോലെ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു, നിങ്ങളെ ഇഷ്ടപ്പെട്ട ആളെ നിങ്ങൾ ഉപേക്ഷിച്ചു, അത് കഴിഞ്ഞ അധ്യായമാണ്. അത് അടയ്ക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ അന്വേഷിച്ച് പോവുക. ആ പേഴ്സൺ വെറുതെ ഇരുന്ന് ആദ്യ പിടിക്കുന്നതിലും ഭേദം നിങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങാനാണ് പറയുന്നത്. നിങ്ങൾ ചെന്ന് അന്വേഷിക്കുക ആ പേഴ്സൺ അവൈലബിൾ ആണോ എന്ന്. മിക്കവാറും അവർ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാരണം നിങ്ങൾ അത്രയും സ്നേഹിച്ച ആളാണ്. നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്ന അത്രയും കാലം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ചില സമയത്ത് അവർ നമ്മളെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കാട് കയറി വെറുതെ ഇമാജിൻ ചെയ്തിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. മനസ്സിലായി? നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആണ്, ആ പേഴ്സണും ഹാർട്ട് ബ്രോക്കൺ ആണ്. അതിൻ്റെ ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ട്. ഒരു 10 of Cups ആണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അവരും, പക്ഷേ അത് താറുമാറായിപ്പോയി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ 10 of Cups അന്വേഷിച്ച് ഇറങ്ങണം എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് കേട്ടോ. വെറുതെ ആലോചിച്ചിരുന്ന ടെൻഷൻ അടിച്ച് അയ്യോ അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ അന്വേഷിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ സിറ്റുവേഷൻ. അപ്പോൾ അറിയാൻ അന്വേഷിക്കുക. Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Leo, Aquarius, Scorpio, Aquarius, Libra, Gemini,
Cancer, Pisces, Scorpio, Aquarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Virgo, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn. അത്രയുമാണ് സോഡിയാക് സൈൻസ്. അപ്പോൾ കാം ആവണം. നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെ ശാന്തമായിട്ട് ആലോചിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ തിട്ടപ്പെടുത്തുക. എന്താണ് വേണ്ടത്? പഴയ റിലേഷൻഷിപ്പാണ് വേണ്ടത്, പുതിയത്? അത് പഴയ റിലേഷൻഷിപ്പിനെ കുറിച്ച് അന്വേഷിച്ച് അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിക്കുക. അത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ജീവിതം വേണം. മറ്റുള്ളവർ അവരുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യില്ല. അവരെല്ലാം അവരുടെ ജീവിതത്തിൽ, മനുഷ്യരെല്ലാം സ്വാർത്ഥരാണ്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കാമായിട്ടും വളരെ എന്താ പറയുക, റിലാക്സ്ഡുമായിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ, കടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബ്ലൂ സെലക്ട് ചെയ്ത റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. രണ്ട് കാർഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ഡിസ്ട്രോയർ, ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചേഞ്ച് എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ഇതായിട്ടായിരിക്കും വരുന്നത്, എന്നിട്ട് അത് പോസിറ്റീവായിട്ട് മാറുകയാണ്. ഒരു അത്യാഹിതം ആണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു വലിയ ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. പിന്നെ ഉള്ളത് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണാനുമുള്ള ഒരു കരുത്ത് ആർജിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ്. ഞാൻ കാർഡ്സ് എടുക്കുന്നു. കാർഡ്സ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ബ്ലൂ സെലക്ട് ചെയ്തവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ബ്ലൂ സെലക്ട് ചെയ്തവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? സിക്സ് ഓഫ് സ്വേർഡ്സും സ്റ്റാർ റിവേഴ്സാണ്. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുകയാണ്, നിങ്ങൾ അത് ഉപേക്ഷിച്ച് മുമ്പോട്ട് പോവുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് രണ്ടും കൂടെ വന്നേക്കുന്നത്. സ്റ്റാർ അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ റീകൺസിലിയേഷൻ ഒക്കെയാണ് വരിക, പക്ഷേ ഇത് റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ സിറ്റുവേഷനിൽ തുടരാനാകും. ചിലപ്പോൾ ഇതൊരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതിപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ ഇത് കണ്ടുകൊണ്ടാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ചത്. നിങ്ങളുടെ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക കേട്ടോ. ഇത് ഒരു സിറ്റുവേഷൻ അവസാനിച്ചു, നിങ്ങൾ ഇനി ഇവിടെ നിന്നിട്ട് ഇത് ശരിയാകുമോ എന്നൊന്നും ആലോചിക്കാനുള്ള ഒരു മൂഡിലല്ല, നിങ്ങൾ ഇതിന് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സിക്സ് ഓഫ് സ്വേർഡ്സിനെ ക്ലാരിഫൈ ചെയ്തത് കിങ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. കിങ് ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ലീഡറാണ്, ഓഫീസാവാം, സീക്രട്സ് ഉണ്ടായിരുന്നു ഇവിടെ. ചില സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മളുടെ മുമ്പിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാറില്ല. അത് നമ്മളിലുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ടാണോ അതോ നമ്മൾ ശുദ്ധഗതിക്കാരായത് കൊണ്ടാണോ എനിക്കറിയാം. ചിലർക്ക് ഒരു ചിന്തയുണ്ടാവും, നമ്മൾ ഭയങ്കര സുന്ദരനാണ്, അതുകൊണ്ട് നമ്മളുടെ ഭർത്താവ് വേറെ ആരുടെയും പുറകെ പോവില്ല. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സുന്ദരനാണ്, അതുകൊണ്ട് എൻ്റെ ഭാര്യ വേറെ ആരുടെയും പുറകെ പോവില്ല എന്ന്. പക്ഷെ സൗന്ദര്യം മാത്രമല്ല എല്ലാം എന്ന് മനസ്സിലാക്കുക. സൗന്ദര്യം, നമ്മളുടെ സ്വഭാവം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ദയ, കരുണ, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഒരാളുടെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു മിഥ്യാബോധം വരാറുണ്ട്. അങ്ങനെയുള്ളവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വഴിതെറ്റി പോകുന്നത് ഭർത്താവോ ഭാര്യയോ അറിയാറേ ഇല്ല. കാരണം അവർ അവരുടേതായ കാര്യത്തിൽ ഇൻവോൾവ് ആണ്.
ഞാൻ ഭയങ്കര ഇതാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവരുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഉള്ളിൽ എന്താ നടക്കുന്നത്, അവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കിങ് ഓഫ് വാൻസിനെ കാണിക്കുന്നത് വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. സ്വയം എന്നുവെച്ചാൽ ഞാൻ എന്നൊരു ചിന്തയുള്ള ആളാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൻ്റെ ഭാര്യയോ ഭർത്താവോ എന്താണ് അവരുടെ ജീവിതത്തിൽ, അവർക്ക് എന്തൊക്കെ സങ്കടങ്ങളുണ്ട്, അവർ ചില സമയത്ത് അവർ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ ഈ പേഴ്സൺ മനസ്സിലാവാറില്ല. മനസ്സിലായി? ഈ പേഴ്സൺ എപ്പോഴും ഈ പേഴ്സൻ്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. അതാണ് പ്രശ്നം. എനിക്കെങ്ങനെ നന്നാവാം, എനിക്കെങ്ങനെ 4 പേരുടെ മുമ്പിൽ നന്നാവാം, എനിക്കിങ്ങനെ സക്സസ്ഫുൾ ആവാം, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനത്തെ റിലേഷൻഷിപ്പിലുള്ളവരുടെ ആ ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്തൊരു പ്രശ്നങ്ങളുണ്ടാവും, ഇത് ഇവർക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ മൂൺ കാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. സീക്രട്സ് ആണ്, വളരെയധികം സീക്രട്സ് ഉണ്ടായിരുന്നു ഈ പേഴ്സണ്. മനസ്സിലായോ? അപ്പം ഈ പേഴ്സൺ വിചാരിച്ചത് ഭയങ്കര സ്മാർട്ടാണ്, ആരും അറിയില്ല എന്ന്. പക്ഷെ നിങ്ങൾ കണ്ടുപിടിച്ചു. ഇവിടെ ഒരു 2 മെയിൽ എനർജീസ് ഉണ്ട്. കിങ് ഓഫ് വാൻസ് ഉണ്ട്, കിങ് ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കിങ് ഓഫ് കപ്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് ഹാപ്പിനെസ് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഈ പേഴ്സണ് എന്നെ മനസ്സിലാവുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ല, വെറുതെ ഉള്ളൊരു റിലേഷൻഷിപ്പാണ്. എന്നാൽ പിന്നെ ഞാനിത് ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകാതെ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ആയിരിക്കാം പോകണത്. സീക്രട്ടായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഒരാളായിട്ടല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ്, 2 പേരുണ്ട്. 2 മെയിൽ എനർജീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. എനർജി പെണ്ണും ആവാം, മാസ്കുലിനിറ്റി കൂടുതലുള്ള പെണ്ണുങ്ങളാവാം, അല്ലെങ്കിൽ പെണ്ണുങ്ങളാവാം, അല്ലെങ്കിൽ ആണുങ്ങൾ തന്നെ ആവാം. ഓക്കെ, ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? വിക്ടറി, എനിക്ക് കാർഡ്സ് എടുക്കാൻ മടി. കാർഡ്സ് തന്നെ വീഴുന്നതാണ് നല്ലത്. അപ്പോൾ അതൊരു നിമിത്തം പോലെയാണ് എനിക്ക് തോന്നാറ്. ഇത് വീഴേണ്ട കാർഡ്സ് ആണെന്ന് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇതൊരു ഇങ്ങനെ സ്പീഡിൽ റീഡ് ചെയ്യാൻ എനിക്കത് അറിഞ്ഞുകൂടാ. പക്ഷേ കാർഡ്സ് വീഴുന്നുണ്ട്, അത് തന്നെ ഭയങ്കര. ഈ കാർഡ്സ് എല്ലാം വരേണ്ട കാർഡ്സാണ് ഓരോ റീഡിങ്ങിനും. അപ്പോൾ 6 ഓഫ് വാൻസും പിന്നെ 9 ഓഫ് വാൻസും നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ, പിന്നെ ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, 10 ഓഫ് വാൻസ് ഉണ്ട്, എംപ്രസ് ഉണ്ട്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്, 10 ഓഫ് സ്വേർഡ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു ഡിവോഴ്സിലേക്ക് പോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. നിങ്ങളൊരു ഡിവോഴ്സ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ നിങ്ങൾ വളരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചിരുന്ന ചിലപ്പോൾ ഒരു ലവ് മാരേജ് ആയിരുന്നിരിക്കാം നിങ്ങളുടെ. ഇതൊരു മാരേജ് സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. ലവ് മാരേജ്, നിങ്ങൾ വളരെ ആശിച്ച് മോഹിച്ച് പലരെയും ചാലഞ്ച് ചെയ്തൊക്കെ വിവാഹം കഴിച്ച 2 പേരായിരിക്കാം. മനസ്സിലായ? ആരുടെ അടുത്ത് പടവെട്ടി പിടിച്ച പോലത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ നിങ്ങൾ വളരെ വിധിയെ പോലും വെല്ലുവിളിച്ച് വിവാഹം കഴിച്ച 2 പേരാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ കിങ് ഓഫ് കപ്സിനെ കാണിക്കുന്നുണ്ട്. ഇവിടെ ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ പേഴ്സണ് എൻ്റെ സ്നേഹം കൊടുക്കില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം ആ പേഴ്സൺ എൻ്റെ സ്നേഹത്തിന് വേർത്തിയല്ല, റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നെ. അതൊരു ബേർഡൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ വേറൊരാൾ, കാരണം നിങ്ങളൊരു എംപ്രസ് ആണ്. നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതോ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നതോ നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു. അവസാനം അത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പവർ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഇനി എൻ്റെ ഫ്യൂച്ചറിൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കും എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ട്ണറായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നില്ല. അത് കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കുകയാണ്. 10 ഓഫ് സ്വേർഡ്സ് ആണ് കാണിക്കുന്നത്. 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയൊരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ അവസാനം. അപ്പോൾ എനിക്ക് ന്യായം കിട്ടിയില്ല, എനിക്ക് ന്യായം കിട്ടണം, എൻ്റെ ന്യായം എന്താണെന്ന് ഞാൻ തീരുമാനിക്കും. അതുകൊണ്ടാണ് നിങ്ങളൊരു എക്സ്ട്രാ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് ആരോ ആയിട്ടോ. നിങ്ങളുടെ കറണ്ട് പാർട്ട്ണർ ഉണ്ട്, വേറൊരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ. ആ പേഴ്സണെ വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്നതല്ല ചോദ്യം. ആ പേഴ്സണായിട്ട് നിങ്ങളിപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല. അപ്പോൾ ഇത് വേണ്ടാന്ന് വെക്കണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ മിക്കവാറും ഒരു ഡിവോഴ്സിലേക്കാണ് പോകുന്നത് കേട്ടോ.
അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓൾറെഡി വേറൊരാളുണ്ട്. അപ്പോൾ ഇവിടെ ഡിവോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ സീക്രട്ട് നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. 7 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനാണ്, കൺഫ്യൂഷനും ആണത്, ചോയ്സസ്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സ്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ രണ്ടാമത്തെ ആളുണ്ടല്ലോ, ആ പേഴ്സൺ നിങ്ങളുടെ പണ്ടേ നിങ്ങളുടെ ആയിട്ടുള്ള ഒരു കണക്ഷനിലുള്ള ആളാണ്. ആ പേഴ്സൺ മാരീഡ് ആണ്, മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ഈ പേഴ്സണെ കണ്ടിട്ടാണെങ്കിൽ അത് നിങ്ങൾക്കൊരു പണിയായിട്ട് വരും. കാരണം അതൊരു സീക്രട്ട് റിലേഷൻഷിപ്പായിട്ട് നിൽക്കുള്ളൂ. ആ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ്, പണ്ട് മുതലേ നിങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. പക്ഷേ പിന്നെയും കൺഫ്യൂഷൻ വരുന്നുണ്ട് അവിടെ. അപ്പോൾ മൂൺ മൊത്തം കൺഫ്യൂഷനാണ് വരാൻ പോകുന്നത് ഇനി. അപ്പോൾ നിങ്ങൾ ചാരിയറ്റ്, നിങ്ങൾക്ക് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ വിവാഹം കഴിക്കാമെന്ന്? ഇപ്പോഴത്തെ അവരുടെ കറണ്ട് പാർട്ട്ണറെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളുടെ വിശ്വാസമാണോ? അവർ ചെയ്യും, അവരുടെ പാർട്ട്ണറെ ഉപേക്ഷിക്കും എന്നത് നിങ്ങളുടെ വിശ്വാസമാണോ? അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത് ആ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ടാണെങ്കിൽ, ആ പേഴ്സണെ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം ആലോചിക്കണം എന്നാണ് പറയുന്നത്. കാരണം ആ പേഴ്സൺ ഓൾറെഡി കമ്മിറ്റഡ് ആണ്, മനസ്സിലായോ? ആ പേഴ്സൺ ഇതുവരെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടില്ല. അതിനുള്ള ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോവാം, പക്ഷെ അത് കണ്ടിട്ടായിരിക്കരുത് നിങ്ങളുടെ ഈ ആക്ഷൻ എന്നാണ് കാണിക്കുന്നത്, കേട്ടോ? അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ, നിങ്ങൾ ഈ ഡിവോഴ്സിൻ്റെ പ്രൊസീഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ വഴിയുണ്ട്, മറ്റേ ആളുമായിട്ടുള്ള കൺഫ്യൂഷൻ. അവിടെ ക്ലാരിഫൈ ചെയ്തിട്ട് വേണം. അപ്പോൾ ഇത് നിങ്ങൾ ഓക്കെ എനിക്കിഷ്ടമല്ല ഈ റിലേഷൻഷിപ്പ്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോകാനുള്ള അധികാരമുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ വേറൊരാളെ കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ അയാളുടെ ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണോ കിടക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ഒരു ആക്ഷൻ എടുക്കാൻ. മനസ്സിലായി? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം? ഇവിടെ ചാരിറ്റി പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ പ്രോഗ്രസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇവിടെ ഹാപ്പി അല്ലെങ്കിൽ അത് തന്നെ ഞാൻ പറഞ്ഞത്, പ്രോഗ്രസ് ചെയ്തോളൂ. നിങ്ങൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ മുമ്പോട്ടുള്ള മൂവ്മെൻ്റ് ആണ്, അത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ഇതൊരു ടവറിലേക്ക് എൻഡ് ചെയ്യാൻ പാടില്ല. ഇതൊരു ടവർ മൊമെൻ്റ് കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ, നമ്മൾ ചില സമയത്ത് ഒരു സിറ്റുവേഷനിൽ കച്ചിത്തുരുമ്പ് കണ്ടാലും നമ്മൾ പിടിച്ചു കയറാൻ നോക്കുന്ന ആളുകളാണ് ആ സിറ്റുവേഷനിൽ. അപ്പോൾ ഇതൊരു കച്ചിത്തുരുമ്പാണെങ്കിൽ ഇതിന് ബലം കുറവാണ്. നമ്മൾ കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറുമ്പോൾ അത് എവിടെയെങ്കിലും അറ്റാച്ച്ഡ് ആണോ അതോ ആ പേഴ്സൺ മുറുകെ പിടിക്കുമോ എന്ന് നമ്മൾക്കൊരു കോൺഫിഡൻസ് വേണം. അതിവിടെ നിങ്ങൾക്കില്ല. നിങ്ങളൊരു സിറ്റുവേഷനിൽ ഇറങ്ങുന്നത് ഈ സിറ്റുവേഷൻ ഇയാളെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഈ സ്ത്രീയെ കണ്ടിട്ടാണെങ്കിൽ അവരായിട്ട് ക്ലാരിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു ടവർ മൊമെൻറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ടവർ മൊമെൻറ്റ് കാണിക്കുന്നത്? ഇത് ടവർ മൊമെൻറ്റ്, ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ അല്ല, നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നാണ് ടവർ മൊമെൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്ലാനൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ പോകുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് പറയുന്നത്. ഈ ടവർ മൊമെൻറ്റ് നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ആക്ഷൻ, അപ്പം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്ലാനൊക്കെ ചെയ്ത് ആക്ഷനൊക്കെ എടുത്ത് വന്ന് പേഴ്സണോട്, നിങ്ങളുടെ സ്ത്രീയോ ഭാര്യയോ ഭർത്താവോ ആരാണുള്ളത് കറണ്ട് പാർട്ട്ണർ, അവരോട് പറയുകയാണ് ഞാൻ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ ഇതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വളരെ സ്ട്രോങ് ആയ സെൽഫിഷ് ആയ ഒരു പേഴ്സണാണ്. ആദ്യം ചോദിക്കുമ്പോൾ എന്തിനെന്നാണ് ചോദിക്കുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഈ പേഴ്സൺ അറിയില്ല, നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക് അറിയില്ല. മനസ്സിലായോ? ഈ പേഴ്സൺ ആ പേഴ്സൻ്റെ ലോകത്താണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോണത് എന്തിനാണ് ഡിവോഴ്സ് എന്നാണ് ചോദിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഹാപ്പിയല്ല. എന്തുകൊണ്ട് ഹാപ്പിയല്ല? ആ പേഴ്സണെ മനസ്സിലാവുന്നില്ല. ആ പേഴ്സൺ ഹാപ്പിയാണ്, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഹാപ്പിയല്ല? പിന്നെ ഒരു വഴക്ക്, ബഹളം, വീട്ടുകാരെ വിളിച്ചോട്ട് ഇവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാവും. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ടവർ മൊമെൻ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ, ഈ ടവർ മൊമെൻറ്റ് നിങ്ങൾ എങ്ങനെ ചാടിക്കിടക്കും? അല്ലെങ്കിൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കും. നിങ്ങളുടെ കറണ്ട് പാർട്ട്ണർ ഡിവോഴ്സ് തരാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല. മനസ്സിലായി? ഒരു റീകൺസിലിയേഷനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പോവുകയാണ്, അത് ഞാൻ മറ്റേ ആളെ കണ്ടിട്ടല്ല പോകുന്നത്
എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ടവർ മൊമെന്റ് ഉണ്ടാക്കിക്കോ, പ്രശ്നമില്ല, ആയിക്കോട്ടെ. അതല്ല, ഈ ടവർ മൊമെന്റ് ഉണ്ടായിട്ട് മറ്റേയാളെ കണ്ടിട്ടാണ് നിങ്ങൾ പോകാൻ പോകുന്നത്, ആ പേഴ്സൺ നോ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് അങ്ങനെയൊന്നുള്ള പ്ലാനൊന്നും ഇല്ല, ഞാൻ വെറുതെ സംസാരിച്ചതാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊരു കുറച്ച് കണ്ണിങ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇത് റീഡിങ്ങിൽ കാണിച്ചു തന്നതാണ്, ഞാനായിട്ട് ചെയ്തതല്ല. റീഡിങ്ങിൽ എന്താ കണ്ടത്? ഫൊർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി. എല്ലാ നെഗറ്റീവ് ഇതിലും പോസിറ്റീവ് കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടാണ് ചാടാൻ പോയത്, ആ ചാടാൻ പോയപ്പോൾ ആ പേഴ്സൺ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, ഞാൻ ഈ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ റിവേഴ്സ് അടിക്കുക ഇവിടെ. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇവിടെ പോസിറ്റിവിറ്റി കാണണം എന്നാണ് പറഞ്ഞത്. നെഗറ്റീവാണ് സിറ്റുവേഷൻ, പക്ഷെ നിങ്ങളിവിടെ പോസിറ്റിവിറ്റി കാണുക. മനസ്സിലായോ? നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാണ്, നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്ന് നരകിച്ച് മരിക്കാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് കണ്ടെത്തണം. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും തയ്യൽ ക്ലാസ് ജോയിൻ, ഞാൻ വെറുതെ സിമ്പിളായിട്ട് പറയണം, എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ, എന്തോരം ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് നമുക്ക്. വെറുതെ നമ്മൾ എന്തെങ്കിലും പഠിക്കുക പുതിയതായിട്ട്, വെറുതെ നമ്മൾ നോളജ്, ലാംഗ്വേജ് പഠിക്കുക. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ലാംഗ്വേജ് പഠിക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ. നമ്മൾ ഈ വെറുതെ നരകിച്ച് അടുക്കളയിൽ കിടന്ന് ജീവിക്കണം എന്നില്ല. മനസ്സിലാവും? ഒരാൾ വരുമ്പോൾ അയാളുടെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെയല്ല. നമുക്ക് നമ്മളുടേതായ ജീവിതം വേണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. പിന്നെ ഒരു ഡിസ്ട്രോയർ, മേജർ ചേഞ്ച് പറഞ്ഞത്, അതാണ് ഈ ടാരോ. ഡിസ്ട്രോയർ, മേജർ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോകുന്നതാണ് ആ മേജർ ചേഞ്ച്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടുത്തെ റീഡിങ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഓക്കെ, അപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Aries, Leo, Sagittarius, Libra, Aries, Leo, Sagittarius, Scorpio, Cancer, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Cancer, Pisces, Scorpio, Cancer, Cancer, Pisces, Scorpio, ഭയങ്കര ഇമോഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. Cancer, Taurus, Leo, Aquarius, Scorpio, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Libra, Aquarius, Libra, Gemini. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇനിയൊരു റീഡിങ്ങുമായി വീണ്ടും വരാം. See you. Bye bye.